ഹലോ, നമസ്കാരം. എമ്പുരാൻ കണ്ടു. ഇപ്പോൾ കണ്ടിറങ്ങി വന്നേ ഉള്ളൂ. ആക്ച്വലി രാവിലത്തെ ഷോയിനല്ല പോയത്, ഒന്നരത്തെ ഷോയിനാണ് പോയത് ഉച്ചയ്ക്ക്. അപ്പോൾ എത്രയൊക്കെ നമ്മൾ അഭിപ്രായങ്ങൾ ആളുകളുടെ കേൾക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാലും ഹാർഡ്ലി ട്രൈ ചെയ്തു, ബട്ട് നടക്കൂല. എങ്ങനെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഇങ്ങനെ കേൾക്കും. അപ്പോൾ ഒരു മിക്സഡ് സംഗതിയൊക്കെ കേട്ടിട്ടാണ് ഞാൻ കയറി ചെല്ലുന്നത്. ബട്ട് അതൊക്കെ വിട്, അതൊക്കെ കണ്ണി കണ്ട ആൾക്കാരുടെ അഭിപ്രായമാണ്. പേഴ്സണലി എനിക്ക് പടം കണ്ട സമയത്ത് ഭീകര എക്സ്പീരിയൻസ് ആയിരുന്നു. ഭീകര എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകര എക്സ്പീരിയൻസ്. 3 മണിക്കൂറിൻ്റെ പടം. ബട്ട് എനിക്ക് ഒരിക്കലും അങ്ങനെ അത്രയും ലെങ്തി ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ടോട്ടലി എൻഗേജിങ് ആയിട്ട് എൻജോയ് ചെയ്തിട്ട് കണ്ടു തീർത്തൊരു സിനിമയാണ് എമ്പുരാൻ. ഇതാണ് ഈ ഒരു സിനിമയെക്കുറിച്ച് വളരെ ഷോർട്ടായിട്ട് പറയാനുള്ളത്. പിന്നെ അത്ഭുതമാണ് എങ്ങനെയാണ് ഇങ്ങനെ പിടിക്കാൻ വേണ്ടി പറ്റുന്ന സിനിമ. സീരിയസ്ലി എക്സാജറേറ്റ് എന്ന് പറയണതല്ല, സീരിയസ്ലി ഐ ഫെൽറ്റ് സോ. മലയാള സിനിമ എങ്ങനെ ശരിക്കും ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്താണ് ആദ്യം താങ്ക്സ് പറയേണ്ടത്. കാരണം അവർ റിസ്ക് എടുക്കാൻ തയ്യാറായി. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു വലിയ പടം ഇവിടെ ഇറക്കിയതും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയത്. പൃഥ്വിരാജ് സുകുമാരൻ പൊളി, ഓൾ ദ ബെസ്റ്റ്. ഈ പടത്തിൻ്റെ കളക്ഷൻ എന്താണെന്നൊന്നും എനിക്ക് ആക്ച്വലി അറിയത്തില്ല. എന്തായാലും ഇത് ഗംഭീരമാവട്ടെ. എന്താ പറയുക, പൈസ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ബഡ്ജറ്റിൻ്റെ അപ്പുറത്തേക്കൊക്കെ കിട്ടട്ടെ. മൂന്നാമത്തെ ഭാഗം എന്തായാലും ഉണ്ടാവണം. അത് ഉണ്ടാവാതെ പോരുത്. മൂന്നാമത്തെ ഭാഗം ഉണ്ടാവണം. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ഗംഭീര പടം. പടം തുടങ്ങി കുറച്ച് നേരം ഹിന്ദിയിലുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അത് വിഷ്വലിയൊക്കെ ഭയങ്കരമായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഭീകരമായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതാണ് ഞാൻ അത്ഭുതമായിട്ട് തോന്നിയെന്ന് പറഞ്ഞത്. മലയാള പടമല്ലേ, ഭീകര സെറ്റപ്പിലാണ് ആക്ച്വലി എടുത്തു വെച്ചിരിക്കുന്നത്. എത്ര ആളുകൾക്ക് ലാംഗ്വേജ് ബാരിയർ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് അറിയില്ല. എനിക്ക് ഹിന്ദി അറിയാം. എനിക്കത് ഭയങ്കരമായിട്ട് എന്താ പറയുക, തുടക്കത്തിലുള്ള സീൻസൊക്കെ, തുടക്കത്തിലുള്ള സീൻ തൊട്ടിട്ട് തന്നെ ഞാൻ ഇന്നായി, സിനിമയുടെ അകത്തേക്ക് ഇന്നായി. കാരണം ഇങ്ങനെ ഓരോ ഷോട്ടുകൾ വരുന്നു, ഓരോ സീനുകൾ വരുന്നു, ഓരോ ക്യാരക്ടേഴ്സ് വരുന്നു. നമ്മളിങ്ങനെ അതിലേക്ക് ഇൻവോൾവ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. മനസ്സിലായ? അത് കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മേ ബി ഇഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞ ഇതേ പോയിന്റ്സൊക്കെ തന്നെയായിരിക്കും പറയാനുണ്ടാവുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ലാലേട്ടൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, മോനെ ലാലേട്ടനെ സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട് കൊതിച്ചിരിക്കും എവിടെ എന്ന് പറഞ്ഞിട്ട്. കാരണം അജാതി ഓറ ലുക്കാണെന്നുണ്ടെങ്കിൽ അജാതി ലുക്ക്. ഇതിൻ്റെ അകത്ത് കിടിലൻ ഇൻട്രോ ആയിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കിടിലൻ ഇൻട്രോ. ആ ഇൻട്രോൻ്റെ സമയത്ത് കൊടുത്തൊരു BGM ഉണ്ടല്ലോ, അതിങ്ങനെ ഭയങ്കര പെട്ടപ്പിക്കണ BGM അങ്ങനെയൊന്നുമല്ല, പക്ഷെ നല്ല ക്ലാസ് BGM. അതിൽ ലാലേട്ടൻ നടന്ന് വരുന്ന സമയത്ത് തന്നെ കിട്ടുന്ന ഒരു ഉന്മേഷമുണ്ട്, രോമാഞ്ചമുണ്ട്. അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദ്രജിത്ത് സുകുമാരൻ ലാലേട്ടനെ ഫസ്റ്റ് ടൈം, അതായത് ഖുറേഷി എബ്രാഹിമിനെ കാണുന്ന ഫസ്റ്റ് സീനുണ്ട്. അത് കിടിലൻ സീനായിരുന്നു. നല്ല ക്ലാസ് സീനായിരുന്നു. മനസ്സിലായത്? നല്ല ക്ലാസ് സീനായിരുന്നു. ശരിക്കും ഒരു ഹോളിവുഡ് സിനിമയൊക്കെ കണ്ട ഒരു ഫീലാണ് പേഴ്സണലി എനിക്കിത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആക്ച്വലി കിട്ടിയത്. നല്ല ക്യാരക്ടേഴ്സിനൊക്കെ ആണെങ്കിൽ നല്ല ഡെപ്തുള്ള ക്യാരക്ടേഴ്സാണ്. പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പറഞ്ഞു പോവും. മനസ്സിലായ? അതായത് ഒരു സ്പോയിലറായി പോവും. സോ ഞാൻ അതിലേക്ക് നിൽക്കുന്നില്ല. പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. പലതരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ മേ ബി വരുമായിരിക്കും. ബട്ട് നിങ്ങൾ ഈ ഒരു സിനിമ വലിയ പടമാണ്. മലയാളത്തിൽ ഇറങ്ങിയിരിക്കുന്ന, വലിയ ബഡ്ജറ്റിൽ ഇറങ്ങിയിരിക്കുന്ന, ഒരുപാട് സ്ഥലത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഗംഭീര സാധനമാണ്. നിങ്ങൾ തിയേറ്ററിൽ മിസ് ചെയ്യരുത്. നിങ്ങൾ ആ ഒരു എക്സ്പീരിയൻസ് മിസ് ചെയ്യരുത്. പോയി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ. നിർബന്ധിച്ച് പറഞ്ഞു വിടുന്നൊന്നുമില്ല. പേഴ്സണലി എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ആണ് ഞാൻ ആക്ച്വലി പറയുന്നത്. അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാവരും, ടോവിനോൻ്റെ ക്യാരക്ടർ ആയിക്കോട്ടെ, നല്ല സ്റ്റൈല് ലുക്ക് കിട്ടുക പുള്ളിയുടെ. കിടിലനായിട്ടുണ്ട്. പുള്ളി അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. മഞ്ജു ചേച്ചി കിടിലൻ ക്യാരക്ടർ, പുള്ളിക്കാരി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, വില്ലൻ്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. മറ്റേ ബജ്രംഗി പറയുന്നില്ല, നിങ്ങൾ പടം കാണാൻ. എന്തെങ്കിലും പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സീന് എൻ്റെ മനസ്സിൻ്റെ അകത്തേക്ക് വരികയാണ്. അപ്പോൾ ഒന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞൊക്കെ സ്പോയിലായി പോവും. അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. പിന്നെ നമ്മുടെ ഡ്രാഗൺ, ആരെയാണെന്നൊന്നും പറയില്ല, നിങ്ങൾ ഓൾറെഡി ഗസ് ചെയ്തിട്ടുണ്ടാവും അതാരാണെന്നൊക്കെ ഉള്ളത്.
ആ ക്യാരക്ടറിന് പവർ ഉണ്ട് കേട്ടോ, നല്ല പവർ ക്യാരക്ടറാണ്. അത് ഈ ഒരു അടുത്ത പടമൊക്കെ ആകുമ്പോഴേക്കും അത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ആ ക്യാരക്ടർ പവറാണ്. അത് ലാസ്റ്റത്തെ സീന് കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഡ്രാഗൺ, ആ ചെങ്ങായിയുടെ ക്യാരക്ടറിൻ്റെ പവർ എന്താണ്, അല്ലെങ്കിൽ അയാൾ എത്രത്തോളം വലുതാണ് എന്നുള്ളത് നമുക്ക് അവസാനത്തെ ഒരു സീന് കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാവും. അത് വലിയ എനിക്കറിയില്ല, അയാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അയാളൊരു ഗംഭീര അവിടുത്തെ നടനാണ്, ഐ ഡോണ്ട് നോ, ബട്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ ക്യാരക്ടറിനെ കാണിച്ചു, ആ ക്യാരക്ടർ ഒരു പരിപാടി കാണിക്കും. അയാൾ സംസാരിച്ചങ്ങ് തുടങ്ങുമ്പോഴേക്കും തന്നെ അയാളുടെ ആ ഒരു പവർ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ സമയത്ത് എബ്രാമിനെ കാണിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായ ആ ഒരു ക്യാരക്ടറിൻ്റെ പവർ എന്താണുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ടോട്ടലി എനിക്ക് ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് ആക്ച്വലി പറയാനുള്ളത്. ദിസ് ഈസ് എമ്പുരാൻ ഫോർ മീ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എക്സ്പെക്റ്റേഷനൊക്കെ വെച്ചോ. ഞാനും ഭീകര എക്സ്പെക്റ്റേഷനൊക്കെ തലേ കയറ്റി വെച്ച് തലേ കയറ്റി എക്സ്പെക്റ്റേഷൻ വെച്ചു എന്ന് മാത്രമല്ല, പലതരത്തിലുള്ള അഭിപ്രായം കേൾക്കേണ്ടി വന്നിട്ട് അങ്ങനെ കേട്ടിട്ട് തിയേറ്ററിൽ പോയി കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ടും അത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊന്നും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. മനസ്സിലായി? ഇതൊക്കെ കേട്ടിട്ട് പോയിട്ട് പോലും എനിക്ക് കിട്ടിയത് എൻ്റയർലി ഒരു ഭീകരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും ശരി, ഫസ്റ്റ് ഹാഫൊക്കെ പട എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. മാൻ പട്ട എന്ന് പറഞ്ഞിട്ടാണ് ആക്ച്വലി പോകുന്നത്. എനിക്ക് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. പിന്നെ എന്തെങ്കിലും പറയാൻ വിട്ടുണ്ടോ മാൻ? അയ്യോ, പിന്നെ നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളി, എങ്ങനെയെന്നൊന്നും പറയുന്നില്ല. സ്റ്റീഫൻ്റെ സീൻ ഇതിൻ്റെ അകത്ത് വരണ സമയത്ത് ഭീകരമായിരുന്നു. തിയേറ്റർ അറ്റ്മോസ്ഫിയർ ഭീകരം. മറ്റേ മിന്നൽ വരുന്നു, ലാലേട്ടൻ്റെ മുഖം വരുന്ന സമയത്താണെങ്കിൽ ആ ഒരു ലയൺ ഫീലുണ്ടല്ലോ, ആ ഒരു ലയൺ സാധനം, സിംഹം എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീൽ ആക്ച്വലി കിട്ടുന്നുണ്ടായിരുന്നു. നല്ല പവറായിരുന്നു ആ ഒരു ക്യാരക്ടറിനെ കാണിച്ച സമയത്ത്. ആ സീനാണെങ്കിലും ഗംഭീരമായിരുന്നു. പിന്നെ ഈ എബ്രാം ഖുറേഷി എന്ന് പറയുന്നത് അത് വലിയൊരു മനുഷ്യനാണ്. എബ്രാം ഖുറേഷി എന്ന് പറയുന്നത് ഭീകരമായൊരു മനുഷ്യനാണ്. അതായത് ഭയങ്കര വലിയ തലപ്പത്തിരിക്കുന്നത്. അതായത് ഞാൻ പറയുന്ന ആൾ നെഗറ്റീവോ പോസിറ്റീവോ അതിനെക്കുറിച്ചിട്ടല്ല, ഞാൻ അയാളുടെ റേഞ്ചാണ് ഞാൻ പറയുന്നത്. വലിയ റേഞ്ചുള്ളൊരു മനുഷ്യനാണ് പുള്ളിക്കാരൻ. അയാളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും, അയാളുടെ ഇൻഫ്ലുവൻസ് എന്താണ്, അതാണ്. അപ്പോൾ അടുത്തൊരു പാർട്ടും കൂടി വരുന്ന സമയത്ത് അത് കുറച്ചും കൂടി കാര്യമായിട്ടൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ സ്റ്റിൽ എനിക്കിപ്പോൾ ഈ പറഞ്ഞ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ കേൾക്കുന്നത് ഞാൻ പറഞ്ഞില്ല, ഐ എം വറീഡ് ആൻഡ് ഐ എം ലിറ്റിൽ സാഡ്. കാര്യം പൃഥ്വിരാജ് ഓൾറെഡി എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തേർഡ് പാർട്ട് വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പല പ്രസ്സിലും. പക്ഷേ ഇതിൻ്റെ കളക്ഷൻ എങ്ങനെ വരും, ലാഭം വരുമോ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇതിൻ്റെ അകത്ത് ഇവർക്ക് ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും അപ്പുറത്തേക്ക് ഇങ്ങോട്ട് ബോക്സ് ഓഫീസ് ക്യാഷ് വരുമോ അറിയില്ല. അതിനനുസരിച്ചിട്ടായിരിക്കുമല്ലോ ഒബ്വിയസ്ലി അവർ തേർഡ് പാർട്ടിനെ കുറിച്ച് ചിന്തിക്കുക, അത് അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക എന്ന് പറഞ്ഞൊരു സാഹചര്യമൊക്കെ ഉള്ളത്. അപ്പോൾ എൻ്റെ ഇതിൽ സെക്കൻഡ് എനിക്ക് പേഴ്സണലി ആസ് ആൻ ഓഡിയൻ എനിക്ക് ഭീകരമായിട്ട് വർക്കായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭീകരമായിട്ട് ഒരു ക്ലാസ് സിനിമയായിട്ട് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു വൺ ഓഫ് ദി ക്ലാസ് ആൻഡ് മാസിയസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്നൊരു ഹോളിവുഡ് മൂഡ് തരുന്ന കൈൻഡ് ഓഫ് ഒരുപാട് ലേയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സിനിമയ്ക്കകത്തും. ഐ എം നോട്ട് കമ്പയറിങ് ദിസ് മൂവി വിത്ത് ലൂസിഫർ. ലൂസിഫർ ഈസ് അനദർ റേഞ്ച്. ഇത് നമുക്ക് വേറൊരു മൂഡ് കിട്ടിയൊരു സാധനമാണ്. ഇത് വേറെ പറയുന്ന സമയത്ത് എമ്പുരാന്ന് പറയുന്നത് കുറച്ചും കൂടി വേറൊരു പരിപാടിയാണ്. മനസ്സിലായ? ഇതിലും ലേയേഴ്സ് ആക്ച്വലി ഉണ്ട്. അപ്പോൾ സ്കെയില് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു പൂർത്തീകരണം ആക്ച്വലി ഉണ്ടാവുന്നത് ഇതിനെക്കാട്ടിലും വലിയൊരു സിനിമ ആയ മൂന്നാമത്തെ ഭാഗം വരുന്ന സമയത്തെ അതിന് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി പറ്റുള്ളൂ എന്നുള്ളത് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല, ഇറ്റ്സ് അപ് ടു യു. നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം ആയിക്കോട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ചണ്ട പിടിക്കാനൊന്നും വരണ്ട, ഞാൻ നിങ്ങളുടെ അടുത്തും ചണ്ട പിടിക്കാൻ വേണ്ടിയിട്ട് വരുന്നില്ല. എനിക്ക് ഒന്നാമത് ഇപ്പോൾ ലാംഗ്വേജിൻ്റെ കേസ് പറയുകയാണെങ്കിൽ തുടക്കത്തിലപ്പോൾ ഹിന്ദി ആയിക്കോട്ടെ, ഹോളിവുഡ് ആക്ടേഴ്സും പരിപാടികളൊക്കെ വരുന്നുണ്ട്, അത്തരത്തിലുള്ള ലാംഗ്വേജസും പരിപാടികളൊക്കെ വരുന്നുണ്ട്. അത് എനിക്കതൊന്നും വിഷയമായിട്ട് തോന്നിയിട്ടില്ല, എനിക്കത് വർക്കായിരുന്നു. ഞാൻ ടോട്ടലി എൻഗേജിങ് ആയിട്ട് കണ്ടൊരു സിനിമയാണ്. സോ ലാംഗ്വേജ് ബാരിയറിൻ്റെ കാര്യം ഞാൻ പറയണത്, ലാംഗ്വേജ് ബാരിയർ എനിക്കുണ്ടായിട്ടില്ല. ലാംഗ്വേജ് ബാരിയർ ഉണ്ടായിട്ടുള്ള ആളുകൾക്ക് എങ്ങനെ ഇത് ഫീൽ ചെയ്തു എന്നുള്ളത് എനിക്കറിയില്ല. അവർക്കും ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് ഒബ്വിയസ്ലി. ആൻഡ് ലാംഗ്വേജ് ബാരിയർ കാരണം
കുറേ സംഗതികൾ കത്താതെ പോയവരും ഉണ്ടാവും എന്ന് എനിക്ക് ആക്ച്വലി തോന്നുന്നു. ഞാനത് ബ്ലെയിമായിട്ട് പറഞ്ഞതല്ല, എനിക്ക് സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്ത കാര്യം പറഞ്ഞു എന്ന് മാത്രം. കാരണം തുടക്കത്തിൽ കുറേ പോർഷൻ ഹിന്ദി വരുന്നുണ്ട്, കുറേ സമയം ഹിന്ദിയാണ്. അപ്പോൾ അത് എങ്ങനെ ആൾക്കാർക്ക് അത് കിട്ടി എന്നുള്ളത് എനിക്കറിയില്ല. ഓഫ് കോഴ്സ് സബ് ടൈറ്റിൽസ് ഉണ്ട്, അപ്പോൾ അത് ഐ ഡോണ്ട് നോ എങ്ങനെ ആൾക്കാർക്ക് കിട്ടി എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഏതായാലും എമ്പുരാൻ ഹിറ്റാവണം, ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഈ സിനിമ വെറുതെ പോകല്ലേ എന്ന്, നശിക്കരുതെന്ന് ആഗ്രഹമുണ്ട്. മേ ബി ആസ് ആൻ ഇൻഡിവിജ്വൽ, ആസ് എ പ്രേക്ഷകൻ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായതുകൊണ്ടായിരിക്കും ഞാനിങ്ങനെ പറയുന്നത്. എടോ ഇത് വേണോടോ, മലയാള പടമാണ്. മലയാള പടത്തിൽ സാധ്യതകൾ തുറന്നിട്ട് വന്നൊരു സിനിമയത്. ഒരുപാട് സംഗതികളുണ്ട് ഇതിൻ്റെ അകത്ത്, മനസ്സിലായ? ഞാൻ പറഞ്ഞ സ്പോയിലറായി പോവും. സീൻ ബൈ സീൻ പറയണം. ഇതിൻ്റെ അകത്തുള്ള പല ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ ആക്ച്വലി കിടക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിൽ ചെയ്ത പോലെയാവും. സോ അതിലേക്ക് ഞാൻ നിൽക്കുന്നില്ല എന്ന് മാത്രം. സുരാജ് ഏട്ടൻ, വെൽക്കം സുരാജ് വെഞ്ഞാറമ്മോ ടു ലൂസിഫർ. ആ ഒരു ഇതിലേക്ക് നല്ല ക്യാരക്ടറായിരുന്നു, പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ബൈജു സന്തോഷ്, ഓഫ് കോഴ്സ്. എനിക്കിതിൻ്റെ അകത്ത് എല്ലാ ക്യാരക്ടേഴ്സിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസും ആക്ച്വലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇത്രേ പറയാനുള്ളൂ. ഇത് വലിയൊരു പടമായതുകൊണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് എടുത്ത് പറയാന്ന് പറയുന്നത് ഈസ് എ ഡിഫിക്കൽട്ട് തിങ്. കാരണം എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അത് പക്ഷേ പിടിച്ച് സംസാരിക്കാതെ എക്സൈറ്റഡ് ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ വായിന്ന് കുറേ സാധനങ്ങൾ ആക്ച്വലി പോകും. പിന്നെ തിയേറ്ററിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പോയ തിയേറ്ററിൽ ഇവിടെ ദുർഗ തിയേറ്ററിലാണ് ഞാൻ ആക്ച്വലി പോയത്, പാലക്കാട്. ഓഡിയൻസ് ഓക്കെ, പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സൈലൻ്റായി ഉറങ്ങാം, അല്ലെങ്കിൽ ഇറങ്ങിപ്പോവാം, ഓപ്ഷൻസ് ഉണ്ട്. എന്തിനാണ് ആൾക്കാർ ഇടയിൽ കൂടെ ഇവിടെ നടന്ന കാര്യമാണ് ഞാൻ പറയണത്. ഇവർക്ക് സംഗതി മനസ്സിലാവാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. എന്തിനു വെറുതെ എന്താണ് സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ കടന്നിട്ട് വിളിക്കണ് കക്ക എന്ന് പറഞ്ഞിട്ട്. അതേപോലെ സ്ഥാനത്തും അസ്ഥാനത്തും വെറുതെ ഇങ്ങനെ കമൻട്രി അടിക്കുക. എന്തിനാണ് എനിക്ക് അറിയുന്നില്ല. ഇതെന്താണ് അത് അവർക്ക് ഇത് കണക്ട് ഓക്കെ, ഇഷ്ടപ്പെടുന്നതും കണക്ട് ആവാതിരിക്കുന്നതും ഒക്കെ ഓക്കെയാണ്. പക്ഷെ ചില ജെനുവിൻലി ഓണസ്റ്റ് ആയിട്ടുള്ള കുറച്ച് നല്ല സീനുകൾ വരുന്ന സമയത്ത് പോലും മറ്റു ഭാഷയിൽ സംസാരിക്കുന്ന സീനുകളൊക്കെ വരുന്ന സമയത്തൊക്കെ ആൾക്കാർ കടന്നിട്ട് എന്തിനാ ഈ കമൻ്റ് അടിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഈ കുക്കാൻ പോകുന്നതെന്നുള്ളത് എനിക്ക് അറിയുന്നില്ല. സി, ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഓർ ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ മീൻസ് യു ക്യാൻ സ്റ്റേ ക്വയറ്റ്, അറ്റ്ലീസ്റ്റ് ഷോ ദാറ്റ് കൈൻഡ് ഓഫ് മാനേഴ്സ്. അല്ലാതെ ബാക്കിയുള്ള ഓഡിയൻസിനെ ഡിസ്റ്റർബ് ചെയ്ത് ഇടയിൽ കൂടെ ബഹളം വെച്ച് കമൻറ്റും അടിച്ചെന്തോ വലിയ ഇതായി എന്തിന്? അരോചകമാണ്. പണ്ടൊക്കെ ആൾക്കാർ ഇത്തരത്തിൽ തിയേറ്ററിൽ ഇരുന്നിട്ട് കമൻറ്റ് അടിക്കുന്ന സമയത്ത് കുറേയൊക്കെ ആൾക്കാർ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇൻ ദിസ് ജനറേഷൻ അത് കുറവാണ്. പ്രത്യേകിച്ച് നൗ ഡേയ്സ് പീപ്പിൾ ആർ എന്താ പറയുക, കുറേയും കൂടിയും മെച്ചോർഡായിട്ടാണ് കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സൈലൻ്റ് ആയിട്ടിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങി പോകാൻ നോക്കും. പക്ഷെ ഇത് എന്ന് പറയുന്നത് എന്തോ പരിപാടിയാണ്? ബാക്കിയുള്ളവരെ ഡിസ്റ്റർബ് ചെയ്ത് കമൻ്റ് അടിച്ച് കൂക്കി വിളിച്ച് ബഹളം വെച്ച് ഇത്രയേ ഉള്ളൂ. ഏതായാലും ലാലേട്ടൻ. പിന്നെ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറാണെങ്കിലും ഞാൻ വിചാരിച്ചത് മുമ്പ് വീഡിയോസൊക്കെ ചെയ്ത സമയത്ത് പറഞ്ഞ കാര്യമാണ്. പൃഥ്വിരാജിന് കുറച്ച് കാര്യമായിട്ട് സ്ക്രീൻ സ്പേസ് ഉണ്ടാവും. പൃഥ്വിരാജ് ലാലേട്ടൻ ഏകദേശം ഒരേപോലെ റേഞ്ച് ആയിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചിരുന്നു. യെസ്, ഓഫ് കോഴ്സ് പെർഫോമൻസ് വൈസ് ഒക്കെ ആണെങ്കിലും രണ്ടുപേരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലാലേട്ടൻ തന്നെയാണ് ഇതിൻ്റെ അകത്ത് പവറായിട്ട് നിൽക്കുന്നത് കേട്ടോ. ഒരു പടി പൃഥ്വിരാജ് മോശം എന്നല്ല, പക്ഷെ മോഹൻലാൽ മനസ്സിലായ ആ ഒരു ഓറ, എനിക്ക് ആ ലുക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഔട്ട്ലുക്കും എനിക്ക് ലാലേട്ടൻ്റെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആളുടെ കീടിലൻ ലുക്ക്, കീടിലൻ ഓറ, ജാതി സാധനം. കണ്ടില്ലേ, പണി അറിയാവുന്ന ആൾക്കാർ ലാലേട്ടനെ പോലത്തെ നടന്മാരെ ഉപയോഗിക്കുന്ന സമയത്ത് വരുന്ന സാധനങ്ങളാണിത്. കിടിലൻ മേക്കിങ്, കിടിലൻ വിഷ്വൽസ്, എല്ലാം കൊണ്ടും. അതാണ് ഞാൻ തുടക്കം റിച്ച് എന്ന് പറയാൻ കാരണം. റിച്ച് ഒരുപാട് പണം പൊട്ടിച്ചിട്ടുണ്ട്. അത് നമുക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതാണ് മൊത്തത്തിൽ ഇത് മലയാള സിനിമയാണ്. ഇത് മോഹൻലാൽ എന്ന് പറഞ്ഞ നടനാണ്. അത് പൃഥ്വിരാജ് അവിടെ ഉണ്ട്. ഇത് ടോവിനോ തോമസ് നമ്മുടെ മുത്താണ്. ഇതൊന്നുമില്ല. ഒരു ഓൺലി ക്യാരക്ടേഴ്സിനെ നമ്മൾ കാണുന്നത്. കാരണം ആ ക്യാരക്ടേഴ്സിൻ്റെ ഡെപ്ത്, ആ ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി, ഓരോ സീൻസിനെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു രീതിയൊക്കെ, അതിൻ്റെ സീരിയസ്നെസ്, ആ പ്ലോട്ടിൻ്റെ സീരിയസ്നെസ്, അതാണ് അവിടെ മുഴച്ചു നിൽക്കുന്നത്. ഈ യഥാർത്ഥ നടന്മാരുടെ
യഥാർത്ഥ പേഴ്സണാലിറ്റി എന്നുള്ളതിനെക്കാട്ടിലും ഉപരി ഈ വക സാഹചര്യങ്ങളൊക്കെയാണ് സിനിമയ്ക്കകത്ത് മുളച്ച് നിൽക്കുന്നത്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ പറഞ്ഞു പോയി പിന്നെയും പറഞ്ഞു തുടങ്ങുന്നു. അപ്പോൾ ഇനി ലേറ്റ് ആക്കുന്നില്ല. ബൈ ബൈ. വീണ്ടും പറയണം, നമ്മൾ നമ്മുടെ അഭിപ്രായമാണ് പറയുന്നത്, ഫീൽ ചെയ്ത കാര്യം. അല്ലാണ്ട് അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ മിക്സ് പറഞ്ഞോ ഇല്ല എന്നുള്ളതൊന്നും ഇറ്റ്സ് നോട്ട് എന്താ പറയുക, എനിക്കറിയേണ്ട കാര്യമല്ല. എനിക്ക് തോന്നിയത് എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ കണ്ടതിൻ്റെ, അല്ലാണ്ട് എൻ്റെ അഭിപ്രായത്തെ എതിർത്ത് പറയുന്നത് മോശം. അത് ചെയ്യരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണാം, ഇല്ലെങ്കിൽ വീട്ടിലിരിക്കും. ഇത്രയേ ഉള്ളൂ. ശരി.